എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നിപ്പം 3 മണിയായി. എനിക്ക് ഞാൻ ഇന്ന് ലീവ് എടുത്തായിരുന്നു കേട്ടോ. കാണാനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം വണ്ടിയുടെ ABS വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കുവാണ്. അപ്പോൾ 2 ദിവസം ആയിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുമിച്ച് ഡ്യൂട്ടി ഇല്ലല്ലോ. പിന്നെ ഇപ്പം വല്ല ക്രെയിൻ സർവീസൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്യാരേജിൽ വിളിച്ചപ്പോൾ അവർ ഇന്ന് അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പം ഈ ക്രെയിൻ സർവീസൊക്കെ വിളിക്കണം. അപ്പം മാത്രമല്ല, ഇപ്പം കൂടുതൽ വല്ലതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റീനുവിന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോക്ക് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ലീവ് എടുത്തായിരുന്നു. ഇന്നത്തേക്ക് ലീവ് എടുത്തു. അപ്പോൾ ലീവ് എടുത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ ഇന്നലെ എന്താ പറയുക, നമുക്ക് ഇവിടെ എന്താ പറയുക, നമ്മുടെ ചേട്ടനുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റിൻ ചേട്ടൻ. അപ്പം ചേട്ടൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിട്ട് പറയും പതുക്കെ ഓടിച്ച് പോകാൻ പറ്റുമെങ്കിൽ വലിയ റിസ്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് വണ്ടി ക്രെയിൻ സർവീസ് വിളിക്കാം. അപ്പോൾ ആദ്യം നോക്കാൻ പറയും. അപ്പം നല്ലപോലെ വണ്ടി ബ്രേക്കിൻ്റെ പെഡൽ ഭയങ്കര ജാമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഇതിൽ ചവിട്ടുവാണെങ്കിൽ ചെറിയ രീതിയിൽ കിട്ടും. അപ്പം പിന്നെ പതുക്കെ അങ്ങ് ഓടിച്ചുകൊണ്ട് പോയി. ചേട്ടൻ എൻ്റെ പുറകെ വന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ മുന്നിൽ മറ്റേ നമ്മുടെ 4 സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ അങ്ങ് പോയി. അങ്ങനെ വണ്ടി ഇന്നലെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട്, ഇന്നലെ നൈറ്റ് ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇന്ന് അവർ വിളിച്ചായിരുന്നു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പം റീനു ഈ കാട്ടിക്കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇന്ന് അവർ പിന്നെ വണ്ടി ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ സാധനമൊക്കെ മേടിക്കണം. സാധനം മേടിച്ചിട്ട് പിന്നെ അത് അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പിന്നെ വേറെ ആരാണ്ടും വെളിയിൽ നിന്ന് ആരാണ്ടും വന്നിട്ട് അവരാണത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരാഴ്ച പിടിക്കും. നല്ല മെനക്കെട്ട് പിടിച്ച പണിയാണെന്നാണ് പറഞ്ഞത്. അത് കാരണം അങ്ങനെ നിൽക്കുന്നത്. അതാണ് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മോമിനെ കൂട്ടാൻ പോവുകയാണ്. അപ്പം നടക്കുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതും ലൈഫിൽ റീന ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പോകാമെന്നാ? സമയം ലേറ്റ് ആയോ? പോയോ? 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. പക്ഷേ എന്നാലും വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും വണ്ടിയല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം മേടിക്കാൻ പോകാൻ ഇനിയിപ്പം ഞങ്ങൾക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പം മോമീനെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അതുവഴി ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ടെസ്കോ ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. ഇവിടെ മോമിക്കൊന്നും വലിയ വിഷയമില്ലല്ലോ. മോമിയൊക്കെ സ്കൂളിൽ പോയാലും ജാക്കറ്റ് ഊരിയിട്ട് നടക്കുള്ളൂ. ഇതാണ് ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ചെറിയ തണുപ്പല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. റീനോട് തലവേദന എടുക്കുകയാണ്. വീട്ടില് ക്രിസ്മസിന്റെ വെച്ചേക്കുന്ന. അപ്പൊ അങ്ങനെ ഞങ്ങള് നടക്കുന്നു. നടന്നു പോകുന്നത്. മറ്റേത് വണ്ടി ഉണ്ടായിട്ട് നമ്മള് ഒരു എന്താ പറയുക, ഒരു രസത്തിന് വേണ്ടി നടന്നു പോയി. പക്ഷെ ഇതിപ്പം റീനു പക്ഷേ രാവിലെ ഞാനും ഡ്യൂട്ടിയാണെങ്കിൽ റീനു ഇതിന് നടന്നാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ ബ്രേക്ക് ഞാൻ മോമിയുടെ സ്കൂളിൽ വിടുന്ന സമയം നോക്കി അങ്ങോട്ട് എടുക്കും. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് പോരും. മോമി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയതാണുണ്ടോ. അപ്പോൾ അതെന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുവാണ് മോമി. അതെന്നാ മോനെ അത് പിടിച്ച റീനു വന്നത്. അത് കൊച്ചുണ്ടാക്കിയതല്ലേ, അത് പിടിച്ച റീനു വന്നത്. അതാണോ അത്? എടി മോമി ഭയങ്കര ഈ അഭ്യാസമൊക്കെ നീ എവിടുന്ന് പഠിച്ചതാടി? മോമി നമുക്ക് കാറില്ലല്ലോ മോനെ. മോമി നമുക്ക് കാറില്ലല്ലോ മോനെ. നമ്മളെന്നാ ചെയ്യൂടാ? നമ്മൾ നടന്നു പോവുകയാണെന്നാണോ? ഒത്തിരി നടക്കണമല്ലോ. എന്നാ ചെയ്യും? ഒത്തിരി നടക്കണമല്ലോ മോമിയെ നമ്മൾ ഒത്തിരി നടക്കണമല്ലോ മോളെ. എന്നാ ചെയ്യൂടി? മോമി ഓക്കെ ആണോ? തല ഇതിട്ട് ക്യാപ്പ് കയറ്റി വെച്ച്. അല്ലെ പനി പിടിക്കും. ബാ മോമി. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞതേ, ഞാനപ്പം ജസ്റ്റിൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമുക്കതുപോലെ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കേട്ടോ
നീ ഓർക്കുന്നുണ്ടോ ജസ്റ്റ് ചേട്ടൻ പറഞ്ഞത്? അതായത് ആൽബിനെ നമ്മൾ ആദ്യം ക്യാൻവി അല്ലേ നോക്കിയത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഈ ക്യാൻവിലൊക്കെ പോയി കഴിഞ്ഞാലേ അഥവാ എന്തെങ്കിലും മനുഷ്യൻ ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലേ ഓടി വരാനൊക്കെ ഒരാൾ വേണ്ടേ എന്നുള്ള രീതിയിലേ. അപ്പോൾ അതുപോലെ ഞാൻ ഈ വഴിയെ വീട്ടിലോട്ട് പോയിട്ടില്ലല്ലോ റീനു. ഇത് വഴി അറിയാമോ നിനക്ക്? അപ്പം നമുക്കതുപോലെ ഞങ്ങൾക്കിവിടെ എന്തൊരു കാര്യത്തിനും നമ്മളൊരു സ്വന്തം എന്താ പറയുക കൂടപ്പുറപ്പ് പോലെ തന്നെ അതുപോലെ ഞങ്ങൾക്ക് അതുപോലെ ആവശ്യങ്ങൾക്ക് ഓടി നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. ചേട്ടനും അതെ, ബിന്ദു ചേച്ചി അതെ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഇന്നാണ് നമുക്ക് ഗ്യാരേജിൽ പോകേണ്ട അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് രാവിലെ വണ്ടി എങ്ങനെയൊക്കെ പതുക്കെ ഓടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ക്രെയിൻ വിളിക്കാമെന്നൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പം ചേട്ടനും ഞാൻ ഒരിടത്താണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് ചേട്ടൻ പിന്നെ വൈകിട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈറ്റ് എന്നാൽ ഇപ്പം വണ്ടി കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ, വേണ്ട. അപ്പം പറഞ്ഞു അത് നോക്കണ്ട, അതൊന്നും സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം, നീ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. കാരണം അതുപോലെ നമ്മുടെ ഒരു കാര്യമെന്ന് പറയാനും ചേട്ടൻ്റെ ഒരു സ്വന്തം ഒരു പ്രശ്നം പോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചേട്ടനത് ഡീൽ ചെയ്യുന്നത്. അപ്പം ചേട്ടനോട് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കതുപോലെ നമ്മുടെയാണ്. അപ്പം നമുക്കതിനകത്ത് ഒരു നന്ദി പറച്ചിലിൻ്റെ ഒരു ആവശ്യം ഉദിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് നടക്കുവാണ് കേട്ടോ. ഓ വലിയ തണുപ്പില്ലല്ലേ ഇറങ്ങിനോ? ഞങ്ങൾ നടന്നും പിടിച്ചും ഞങ്ങളിവിടെ ടെസ്കോയിൽ വന്നു കേട്ടോ. ഇതാണ് ടെസ്കോ സൂപ്പർ മാർക്കറ്റ്, നമ്മൾ വീടിൻ്റെ അടുത്തായിട്ടുള്ളതാണ് കേട്ടോ ടെസ്കോ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എന്താ പറയുക, മിക്കിനെ എടുത്തേക്കുമായിരുന്നു കേട്ടോ. കാരണം മിക്കി ഇതിനകത്ത് രണ്ട് കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിക്കിനെ എടുത്ത് കൈ പിടിച്ചേക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ എടുത്താൽ ശരിയായല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഇതിൻ്റെ പേരണ്ടി ട്രാമ്പോ എന്നതാ പ്രാം. അപ്പം പ്രാമിലോട്ട് വയ്ക്കുവാണ്. ഇന്നൊരു പാട്ടെ മിക്കി എന്നെ അതോട്ട് കയറിപ്പോയോ മോമി? അപ്പോൾ അങ്ങനെ എന്താ പറയുക, മോമി തിരിച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇവിടെ ടെസ്കോ വരെ നല്ല ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ മോമി പറഞ്ഞു അയ്യോ കാലിന് വേദനയാണെന്നൊക്കെ മോമി പറഞ്ഞു. എന്നാലും സാരമില്ല, പിള്ളേരൊക്കെ നടന്ന് പഠിക്കട്ടെ. കാറില്ലേൽ എന്ത് ചെയ്യും അല്ലേ റീനു? അങ്ങനെ മിക്കപ്പെണ്ണ് തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ സാധനം പേടിച്ചിട്ട് ഇപ്പം തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ പതുക്കെ ടെസ്കോയിലോട്ട് കയറുവാണേ. ഇപ്പോഴല്ലോ ഇപ്പോഴാണെങ്കിലും നാട്ടിൽ പോയി കഴിയുമ്പം പപ്പ ഇതുപോലൊരു പലചരക്കടയിൽ പോകുമ്പോൾ ഒരു ലിസ്റ്റൊക്കെ കാണും കേട്ടോ. എണ്ണ, ബാത്റൂം ടവല്, പൂച്ചഫുഡ്, തൈര്, മുട്ട, ചിക്കൻ, സവോള, പച്ചമുളക്, ഇഞ്ചി, വെറ്റ് ടിഷ്യൂ. അപ്പം അങ്ങനെ തണ്ണിമത്തം വേണോ അറിയുന്നു? വാടിയതാ. മാങ്ങ എടുക്കണോ? മാങ്ങ പഴുത്തൊന്നും അല്ല മാങ്ങ. വേണം എടുത്തോടി, 5-6 എടുത്തോ. ആണോ? വാടിപ്പഴുത്ത അത് നമുക്ക് ഇഷ്ടമുള്ള പഴമല്ലേടി? റീന് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട്. മോമിയാണ് വണ്ടിക്കോട്ട് പോകുന്നത്. അവിടെ നിൽക്കും. അങ്ങനെ റീന് ഏതാണ്ടൊക്കെ എടുക്കുന്നു കേട്ടോ. റീന് സ്ട്രോബെറി അത് നല്ല പഴുത്തമാണല്ലോ റീനു. മോമി മര്യാദയ്ക്ക് മോമി എന്നെ തൈ കാണിക്കുന്നത്. ബീട്രൂട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അത്യാവശ്യം രണ്ടെണ്ണം നല്ല വലിപ്പമുള്ളതും ഒരെണ്ണം ചെറുതുണ്ട്. ഇത് നമ്മളൊരു മെഴുക്കുരുട്ടി ഒക്കെ വയ്ക്കാനാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്കുള്ളതുണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല വലിപ്പമുള്ള സാധനമാണ് കേട്ടോ. അവക്കാദോ. അപ്പോൾ റീനു അവക്കാദയും കാര്യങ്ങളൊക്കെ ആയിട്ട് റീനു എടുത്തോ. ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ്. നമ്മുടെ ഉള്ളിയുടെ തണ്ട്. എടി ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കൂൺ ഇവിടെ ഉണ്ടോ വീട്ടിൽ? കൂണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് കൂൺ ഉണ്ടാക്കുന്നത് കാണിക്കാറുണ്ട്. ഇത് ഈ കൂണ് ഇതൊരു ഭയങ്കര എനിക്കത്ര ഒട്ടും ഇഷ്ടമാത്തൊരു കൂണാണ് കേട്ടോ. കാരണം ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കറുത്ത കളറും ആവും. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ടൈപ്പ് കൂൺ ഇവിടെ നമുക്ക് കിട്ടാനായിട്ടില്ല. ഇവിടെ ഇല്ല, ടെസ്കോയിലില്ല, അത് അസ്ഥലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ബ്രെഡ് എടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ലിസ്റ്റ് എടുത്താലും ഇവിടെ വന്നു കഴിഞ്ഞ് ചില സാധനങ്ങൾ കാണുമ്പം നമ്മുടെ ലിസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ കയറി വരും. അങ്ങനെ ഒരു ബ്രെഡ് കൂടി എടുക്കും.
ഇവിടെ വന്നപ്പോൾ തൊട്ട് മോമിക്ക് അത് പിടിക്കാൻ പറ്റത്തില്ല. അവൾ എന്നോട് പിടിക്കാൻ പറയും. ഞാൻ പറഞ്ഞ് മോമിക്ക് ഒട്ടും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലെന്ന് പറയാൻ പുള്ളിക്കാരത്തി ഇഷ്ടപ്പെട്ടോട് കൂടി അത് പതുക്കെ പിടിക്കുന്നുണ്ട്. എന്നെ എടുക്കുന്നത് അവിടെ വെച്ചവിടെ അവിടെ വെച്ചേ. ഇങ്ങോട്ട് വേണ്ട, നീ അങ്ങനെ ഒത്തിരി നോക്കണ്ട. നീ ഇങ്ങോട്ട് പാ, ഇങ്ങോട്ട് എടി ഇങ്ങോട്ട് പാടി മോമി. ഇനിയിപ്പം പഞ്ചസാര എടുക്കണം. ഇത് പഞ്ചസാര കേട്ടോ. പഞ്ചസാരയുണ്ട്, മുട്ടയുണ്ട്. മുട്ട ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന മുട്ടയുണ്ടായിരുന്നു, അത് കാണുന്നില്ല. റീനു പഞ്ചസാരയുണ്ടോ? റീനു പഞ്ചസാരയുണ്ടോ വീട്ടിൽ? ഇല്ല. അങ്ങനെ പഞ്ചസാര എടുത്തു. പിന്നെ ഉള്ളത് മുട്ട, പന്തല് കുട്ടി മുട്ട ഇതേ ഉള്ളല്ലോ റീനു. ഇത് മതിയോ? ഇത് മതിയോ മുട്ട? അതും ഇത് സെയിം. അത് കൂടുതൽ മമ്മി അങ്ങോട്ട് പോവാം. ചിക്കൻ മേടിക്കണം. ചിക്കൻ ചിക്കൻ ഓർഡർ മേടിക്കണം. ഒരു ചിക്കൻ എടുത്തു, ഒരെണ്ണം മതി. എൻ്റെ കാര്യമുള്ളൂ. ചിക്കൻ ഒരു ചിക്കൻ കൊണ്ട് എടുക്കാം. ഇനിയിപ്പോൾ വണ്ടി ഇല്ലല്ലോ, എപ്പോഴും ഒന്നും ഇങ്ങോട്ട് ഒരിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പന്നി ഒന്നും ലിസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. എനിക്ക് അടി മേടിക്കും കേട്ടോ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഷോപ്പിങ് കഴിഞ്ഞു. എല്ലാം മേടിച്ച് ഇതിനകത്ത് വെച്ചേക്ക് പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. മിക്കവാറും ഇനിയിപ്പം നടന്നു പോക്ക് നടക്കില്ല, ഒത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പം ഇനിയിപ്പം പതുക്കെ ടാക്സി വിളിച്ച് പോകാൻ വേണ്ടി തീരുമാനത്തിൽ നിൽക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് നമുക്ക് തിരി പിടിച്ച് കൊണ്ടുപോകൽ നടക്കില്ല. പിന്നെ മോമി മിക്കി മോനെ മിക്കി ഈ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്ന മൊത്തം നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. നഗരം പറയും നമ്മുടെ സാധനങ്ങളാണ്. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ മമ്മി അവിടെ നിന്ന് ഇറങ്ങിക്കും. മമ്മി ഇവിടെ നിന്ന് ഇറങ്ങിക്ക്. ഇവിടുന്ന് എടുക്കില്ല, എനിക്കിപ്പോൾ എടുക്കാൻ മേല, എനിക്ക് നടുവാനാണ്. ഇത് വേണ്ട വിഷമകതയായിട്ടിരിക്കുന്നു, വണ്ടി ഇല്ലാത്തതുകൊണ്ട്. സെയിമാണ്. അങ്ങനെ ഞങ്ങളിത് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നു. ഇനിയിപ്പം നടന്നു പോകാന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ റീലിന് അത് കൊച്ചിനെ കൂട്ടണമല്ലോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് നടന്നു പോകാൻ നടക്കില്ല, മടുക്കും പെട്ടെന്ന്. വണ്ടി ബുക്ക് ചെയ്തോ റീനു? അപ്പം അത് കാരണം അങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര പരിപാടിയാണ്. മോമിനെ കുളിപ്പിക്കണം. 2 ദിവസം ഡ്യൂട്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നോക്കാം. ശരിക്കും വണ്ടി ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ ഭയങ്കര കേട്ടോ. വണ്ടി ഉള്ളപ്പോൾ നമുക്ക് അത് സുഖകരമായിട്ടൊക്കെ പോകുന്നു, നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല. നമ്മൾ ഈ വന്ന സമയം തൊട്ടേ ഈ നിമിഷം വരെ, ഇന്നലെ വരെ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈവൻ ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. കാരണം നമ്മളിവിടെ ബസ് ഇല്ല. ബസ് നടക്കാനാണെങ്കിലും കുറേ ദൂരമുണ്ട്. ബസ് സ്റ്റോപ്പ് കുറച്ചും കൂടെ നടക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ പോയി നമുക്കിപ്പോ അതില്ലാതെ വന്നപ്പോ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. അങ്ങനെ ഷോപ്പിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മുഖത്ത് ചിരി ഉണ്ടെങ്കിലും നമ്മുടെ എന്താ പറയാ ശരിക്കും മടുത്തു കേട്ടോ.
മടുത്തു. ഈ സാധനങ്ങളെല്ലാം മോമിയും മടുത്തു കേട്ടോ. മോമി സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ട് പോകുമ്പോൾ എൻ്റെ കാലിനൊക്കെ വേദനയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് താഴെ എത്തിച്ചേക്കുവാണ്. ഇനിയിപ്പോൾ പതുക്കെ മേളിലോട്ട് കയറട്ടെ. എന്നിട്ട് ഫുഡ് ഉണ്ടാകും. ഇപ്പോൾ റീഡിന് നാളെ ഡ്യൂട്ടി ഉണ്ട്, കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ എന്തായാലും വീട്ടിൽ വന്നിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം എല്ലാവരും ടയർഡായി. എന്താ പറയുക, റീനാണെങ്കിലും പിള്ളേരെ കുളിപ്പിക്കുകയും എന്താ പറയുക മിക്കിനെ കിടത്തി ഉറക്കുകയും അങ്ങനെ അവളും ആകെ ടയർഡാണ്. അങ്ങനെ നമ്മളെന്തായാലും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്തായാലും എന്നാ പറയുന്നത്, വണ്ടി എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടട്ടെ, ആ ഒരു രീതിയിലിരിക്കുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ വന്നിട്ട് പന്നി ഉലർത്തി കേട്ടോ. പന്നി ഉലർത്തി വെള്ളരിക്ക കറി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചോറുണ്ണണം, കയറി കിടന്ന് ഉറങ്ങണം. അവർക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് റീനിന്. എനിക്ക് 2 ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഫുഡ് കാണിച്ചില്ല കേട്ടോ. എന്നിട്ട് ബൈ ബൈ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ പന്നി ഉലത്ത്. പന്നി സംഭവം റെഡിയായി കേട്ടോ. എല്ലാം നല്ല തൊലി കണ്ടത്തോട് കൂടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഇത് വെള്ളരിക്കക്കറി ഉണ്ടാക്കി. മഞ്ഞപ്പൊടിച്ച് കുറവാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, ഫുഡെല്ലാം റെഡിയായി. ഇനി എന്തായാലും ഫുഡ് കഴിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല, കയറി കിടന്ന് ഉറങ്ങുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും കൈ വെച്ചത് മാറിപ്പോ. എല്ലാവർക്കും ബൈ ബൈ.